ഹായ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയ്ക്ക് കൂട്ടുനിന്ന ഒരു മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കും? യൂറോപ്പിനെ തകർക്കാൻ ശ്രമിച്ച, ഒരു വലിയ വംശഹത്യ നടത്തിയ ഒരു സ്വേച്ഛാധിപതിക്കൊപ്പം നിലകൊണ്ട, തന്നെത്താൻ ഒരു നാസി എന്ന് വിളിക്കാൻ മടിക്കാത്ത ഒരാൾ. അയാളെ തിന്മയുടെ പ്രതീകമായോ അറപ്പുളവാക്കുന്നവനായോ നിങ്ങൾ കാണുമോ? പക്ഷേ ആ വ്യക്തി ജോൺ റെയ്ബ് ആണെങ്കിൽ നിങ്ങളുടെ മനോഭാവം മാറിയേക്കാം. നാസി പാർട്ടിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന റെയ്ബ് അഡോൾഫ് ഹിറ്റ്ലറുടെ കടുത്ത അനുഭാവിയായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹം ലോകം അധികം കേട്ടിട്ടില്ലാത്ത ഒരു വലിയ മനുഷ്യസ്നേഹി കൂടിയായിരുന്നു. നാങ്കിങ്ങിലെ നല്ല നാസി എന്നറിയപ്പെടുന്ന റെയ്ബ് ചൈനയുടെ തലസ്ഥാനം ജപ്പാൻ സൈന്യം കീഴടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജർമ്മൻ പ്രതിനിധിയായിരുന്നു. ജപ്പാൻ സൈന്യത്തിൻ്റെ ക്രൂരമായ വംശഹത്യ നേരിൽ കണ്ട അദ്ദേഹം ആരും പ്രതീക്ഷിക്കാത്ത ഒന്ന് ചെയ്തു. നാങ്കിങ്ങിലെ ഓരോ സാധാരണക്കാരനെയും രക്ഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. 6 ആഴ്ചകൾ നീണ്ടുനിന്ന രക്തച്ചൊരിച്ചിലിനിടയിൽ ആയിരക്കണക്കിന് ആളുകളെ ബലാത്സംഗത്തിൽ നിന്നും കൊലപാതകത്തിൽ നിന്നും അദ്ദേഹം ഒറ്റയ്ക്ക് സംരക്ഷിച്ചു. ഏകദേശം 2,50,000 ചൈനക്കാരുടെ ജീവനാണ് ഇയാൾ രക്ഷിച്ചത്. ഇതെല്ലാം ചെയ്യുമ്പോഴും അദ്ദേഹം ഹിറ്റ്ലറോട് കൂറുള്ളവനായിരുന്നു. ചരിത്രത്തിലെ ഈ നല്ല നാസിയുടെ വിസ്മയിപ്പിക്കുന്ന കഥ നമുക്കൊന്ന് നോക്കാം. 1882 നവംബർ 23-ന് ജർമ്മനിയിലെ ഹാംബർഗിലാണ് ജോൺ റെയ്ബ് ജനിച്ചത്. ലോകം വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോയ കാലമായിരുന്നു അത്. കപ്പൽ ക്യാപ്റ്റനായിരുന്ന പിതാവിൻ്റെ പെട്ടെന്നുള്ള മരണത്തെ തുടർന്ന് ചെറുപ്പത്തിലെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന ജോണിന് ജർമ്മനി വിട്ട് ലോകം കാണണമെന്നായിരുന്നു ആഗ്രഹം. 1903-ൽ, അതായത് തൻ്റെ 21-ാം വയസ്സിൽ, അദ്ദേഹം ആഫ്രിക്കയിലെ പോർച്ചുഗീസ് കോളനിയായ ലോറൻകോ മാർക്കോസിലേക്ക്, അതായത് ഇന്നത്തെ മൊസാംബിക് എന്ന കിഴക്കൻ ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ മപ്പൂട്ടോയിലേക്ക് പോയി. എന്നാൽ മലേറിയ ബാധിച്ചതിനെ തുടർന്ന് 3 വർഷത്തിന് ശേഷം അദ്ദേഹം മടങ്ങി വന്നു. തിരികെ ഹാംബർഗിലെത്തിയ അദ്ദേഹം തൻ്റെ പഴയ കാമുകി ഡോറയെ വിവാഹം കഴിച്ചു. അവർക്കൊരു സാധാരണ ജീവിതം നയിക്കാമായിരുന്നു. പക്ഷേ റെയ്ബിന് സാഹസികത ഇഷ്ടമായിരുന്നു. 1908-ൽ അദ്ദേഹം ഡോറയോടൊപ്പം ഷാങ്ഹായിലേക്ക് താമസം മാറി. ആ സമയത്ത് ചൈന വലിയൊരു തകർച്ചയുടെ വക്കിലായിരുന്നു. 1908 നവംബറിൽ ചക്രവർത്തിനിയുടെ മരണത്തോടെ ക്വിങ് രാജവംശം ദുർബലമായി. 1910-ൽ റെയ്ബ് ബീജിംഗിലെ സിമൻസ് കമ്പനിയിലേക്ക് ജോലിക്ക് ചേർന്നു. ചൈന ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് അദ്ദേഹം നേരിൽ കണ്ടു. 1911-ലെ സിൻഹായ് വിപ്ലവത്തിലൂടെ ചൈനയിലെ രാജഭരണം അവസാനിച്ചു. 1914-ൽ ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങിയപ്പോൾ ജപ്പാൻ ചൈനയിലെ ജർമ്മൻ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. ഇതിനെ തുടർന്ന് 1919-ൽ ജർമ്മൻകാരെ ചൈന പുറത്താക്കി. റെയ്ബിനും കുടുംബത്തിനും മടങ്ങേണ്ടി വന്നു. എന്നാൽ ചൈനയിലെ ആഭ്യന്തര കലഹം രൂക്ഷമായതോടെ വിദേശ വിദഗ്ധരുടെ സേവനം അവർക്ക് ആവശ്യമായി വന്നു. അങ്ങനെ റെയ്ബ് വീണ്ടും ചൈനയിലേക്ക് ക്ഷണിക്കപ്പെട്ടു. 1931-ൽ റെയ്ബ് സീമെൻസ് കമ്പനിയുടെ ചൈന ഡിവിഷൻ മാനേജിംഗ് ഡയറക്ടറായി നാങ്കിങ്ങിലെത്തി. അതേ വർഷം തന്നെ ജപ്പാൻ മഞ്ചൂരിയ ആക്രമിച്ചു. 1934-ൽ റെയ്ബ് നാസി പാർട്ടിയിൽ ചേർന്നു. ഹിറ്റ്ലറുടെ ഭരണത്തെ അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. ഒരു വശത്ത് ചൈനക്കാരെ താഴ്ന്ന വംശമായി കണ്ടിരുന്ന നാസി പ്രത്യയശാസ്ത്രത്തെ പിന്തുണയ്ക്കുകയും മറുവശത്ത് ചൈനക്കാരെ സ്വന്തം കുടുംബത്തെ പോലെ സ്നേഹിക്കുകയും ചെയ്ത റെയ്ബിൻ്റെ വ്യക്തിത്വം ചരിത്രകാരന്മാരെ ഇന്നും കുഴപ്പിക്കുന്നുണ്ട്. ജർമ്മനിയിൽ നിന്ന് 5000 മൈൽ അകലെയായിരുന്നതിനാൽ നാസിസത്തിൻ്റെ വംശീയമായ ക്രൂരതകൾ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ് കരുതപ്പെടുന്നത്. 1937 ജൂലൈയിൽ രണ്ടാം സീനോ ജപ്പാനീസ്, അതായത് ചൈന ജപ്പാൻ യുദ്ധം ആരംഭിച്ചു. ജപ്പാൻ സൈന്യം നാങ്കിങ്ങിലേക്ക് അടുത്തു. വിദേശികളെല്ലാം നഗരം വിട്ടുപോയെങ്കിലും റെയ്ബ് അവിടെ തന്നെ നിന്നു. തൻ്റെ ചൈനീസ് ജീവനക്കാരെ സംരക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം മറ്റ് 14 വിദേശികളുമായി ചേർന്ന് നാങ്കിങ് സേഫ്റ്റി സോൺ സ്ഥാപിച്ചു. തൻ്റെ വീടിനും ജർമ്മൻ സ്കൂളിനും ചുറ്റുമുള്ള 2.5 ചതുരശ്ര മൈൽ പ്രദേശം ഒരു സുരക്ഷിത മേഖലയെ അദ്ദേഹം പ്രഖ്യാപിച്ചു. ജപ്പാൻ മേജറൊക്കെ റെയ്ബിനോട് അവിടം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ 30 വർഷമായി ചൈനയിൽ ജീവിക്കുന്നു. എൻ്റെ കുട്ടികളും പേരക്കുട്ടികളും ജനിച്ചത് ഇവിടെയാണ്. ചൈനക്കാർ എന്നെ നന്നായി നോക്കി. ഈ ആപൽഘട്ടത്തിൽ ഞാൻ അവരെ ഉപേക്ഷിക്കില്ല. അദ്ദേഹം തൻ്റെ വീടിന് മുകളിൽ വലിയ നാസി പതാകകൾ വിരിച്ചു. ജപ്പാൻ വിമാനങ്ങൾ നാസി ചിഹ്നം കണ്ട് ബോംബിടില്ല എന്ന് അദ്ദേഹം കരുതി. 1937 ഡിസംബർ 13-ന് നാങ്കിങ് നഗരം ജപ്പാൻ സൈന്യത്തിൻ്റെ കീഴിലായി. ഏകദേശം 2.5 ലക്ഷം ആളുകൾ ജീവരക്ഷാർത്ഥം റെയ്ബിൻ്റെ സുരക്ഷിത മേഖലയിലേക്ക് ഇരച്ചു കയറി. ഡിസംബർ 14-ന് റെയ്ബ് കണ്ടത് ഭീകരമായ കാഴ്ചകളായിരുന്നു. തെരുവുകൾ ശവശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. സുരക്ഷിത മേഖലയിൽ അഭയം പ്രാപിച്ചവരെ പോലും ജപ്പാൻ സൈന്യം പിടികൂടി വെടിവെച്ചു കൊന്നു. കൊച്ചുകുട്ടികൾ പോലും ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെട്ടില്ല. ഈ ക്രൂരതകൾ കണ്ട റെയ്ബ് തൻ്റെ നാസി യൂണിഫോം ധരിച്ച് തെരുവിലിറങ്ങി. ആയുധമില്ലാതെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന നാസി ചിഹ്നമുള്ള ആംബാൻഡ് കാണിച്ച് അദ്ദേഹം ജപ്പാൻ സൈനികരെ വിരട്ടി. അത്ഭുതകരമെന്ന് പറയട്ടെ,
നാസി ഉദ്യോഗസ്ഥൻ ആജ്ഞാപിക്കുന്നത് കണ്ട് ഭയന്ന ജപ്പാൻ സൈനികർ പിന്തിരിഞ്ഞു. ബലാത്സംഗത്തിന് ഇരയാകാൻ പോയ നൂറുകണക്കിന് സ്ത്രീകളെ അദ്ദേഹം ഇങ്ങനെ രക്ഷിച്ചു. ഹിറ്റ്ലറുടെ ചിഹ്നം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ വെറുപ്പിൻ്റെ അടയാളമായിരുന്നപ്പോൾ നാങ്കിങ്ങിലെ ജനങ്ങൾക്ക് അത് പ്രതീക്ഷയുടെ അടയാളമായി മാറി. ആ ശൈത്യകാലത്ത് ആ സുരക്ഷിത മേഖലയിൽ ജനിച്ച ഒട്ടുമിക്ക ആൺകുട്ടികൾക്കും ജോൺ എന്നാണ് പേരിട്ടത്. 1938 ജനുവരി ആയപ്പോഴേക്കും ജപ്പാൻ സൈന്യം നഗരത്തിൽ നിയന്ത്രണം കൊണ്ടുവരികയും ആക്രമണങ്ങൾ കുറയുകയും ചെയ്തു. നാങ്കിങ്ങിൻ്റെ വീഴ്ചയിൽ കുറഞ്ഞത് 20,000 സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടതായാണ് കണക്കുകൾ. 1938 ഫെബ്രുവരിയിൽ സീമൻസ് കമ്പനി റേബിനെ തിരികെ ജർമ്മനിയിലേക്ക് വിളിച്ചു. നാങ്കിങ്ങിൽ താൻ കണ്ട ഭീകരതകളുടെ തെളിവുകളും ഫോട്ടോകളും അദ്ദേഹം കൈവശം വെച്ചിരുന്നു. ജപ്പാൻ സൈന്യം നടത്തിയ ക്രൂരതകൾ ഹിറ്റ്ലറെ നേരിട്ടറിയിച്ചാൽ അദ്ദേഹം അത് തടയുമെന്ന് റേബ് നിഷ്കളങ്കമായി വിശ്വസിച്ചു. അദ്ദേഹം ഹിറ്റ്ലർക്ക് ഒരു കത്തെഴുതുകയും താൻ പകർത്തിയ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഫലം വിപരീതമായിരുന്നു. ജപ്പാൻ ജർമ്മനിയുടെ സഖ്യകക്ഷിയായിരുന്നതിനാൽ ജപ്പാനെതിരെയുള്ള തെളിവുകൾ പുറത്തുവിടുന്നത് ഹിറ്റ്ലറെ പ്രകോപിപ്പിച്ചു. ഗസ്റ്റപ്പോ, അതായത് നാസി രഹസ്യ പോലീസ്, റേബിനെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന തെളിവുകളെല്ലാം അവർ പിടിച്ചെടുത്തു. ഒടുവിൽ സീമൻസ് കമ്പനിയുടെ ഇടപെടൽ മൂലമാണ് അദ്ദേഹം ജയിലിൽ നിന്നും മോചിതനായത്. പിന്നീട് യുദ്ധകാലത്തുടനീളം അദ്ദേഹം നിശബ്ദനായി കഴിയാൻ നിർബന്ധിതനായി. 1945 രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ റേബിൻ്റെ അവസ്ഥ വീണ്ടും മോശമായി. അദ്ദേഹം നാസി പാർട്ടിയിൽ അംഗമായിരുന്നതിനാൽ സഖ്യകക്ഷികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഡീനാസിഫിക്കേഷൻ പ്രക്രിയയുടെ ഭാഗമായി അദ്ദേഹത്തിന് ജോലി ചെയ്യാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു. ഒരു കാലത്ത് വലിയ കമ്പനിയുടെ തലവനായിരുന്ന അദ്ദേഹം ഒടുവിൽ കൊടും ദാരിദ്ര്യത്തിലായി. തൻ്റെ കുടുംബത്തിന് ഭക്ഷണം നൽകാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല. റേബിൻ്റെ ദുരവസ്ഥ നാങ്കിങ്ങിലെ ജനങ്ങൾ അറിഞ്ഞു. തങ്ങളെ രക്ഷിച്ച ആ നല്ല നാസിയെ അവർ മറന്നില്ല. നാങ്കിങ് നഗരസഭയും അവിടുത്തെ ജനങ്ങളും ചേർന്ന് വലിയൊരു തുക സമാഹരിക്കുകയും റേബിന് ഭക്ഷണവും പണവും അയച്ചു കൊടുക്കുകയും ചെയ്തു. 1950 അദ്ദേഹം മരിക്കും വരെ ആ സ്നേഹം തുടർന്നുകൊണ്ടിരുന്നു. ജോൺ റേബ് ഒരു വിരോധാഭാസമായിരുന്നു. ക്രൂരമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എന്നാൽ തൻ്റെ ജീവിതം പണയപ്പെടുത്തിയും അദ്ദേഹം ലക്ഷക്കണക്കിന് ചൈനക്കാരെ രക്ഷിച്ചു. 1990കളിൽ അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ പുറത്തു വന്നതോടെയാണ് ലോകം ഈ അത്ഭുതകരമായ കഥ തിരിച്ചറിഞ്ഞത്. ഇന്ന് നാങ്കിങ്ങിൽ അദ്ദേഹത്തിൻ്റെ വീട് ഒരു സ്മാരകമായി നിലകൊള്ളുന്നു.